എല്ലാവർക്കും നമസ്തേ. ഓം നമോ നാരായണായ. വേദങ്ങളെയും ഉപനിഷത്തുകളെയും കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കുന്നത്. ചെറിയൊരു അവലോകനമാണ്. ഈ വേദങ്ങളും ഉപനിഷത്തുകളുമൊക്കെ എഴുതപ്പെട്ടിട്ടുള്ളത് മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. മനുഷ്യനെ എങ്ങനെ നല്ല രീതിയിൽ ജീവിക്കണം, എങ്ങനെ ജീവിക്കേണ്ട, ശരിയായ ആശയത്തെ കണ്ടെത്തി മനുഷ്യൻ നന്നാവണം എന്ന ലക്ഷ്യത്തോടെയാണ് എല്ലാ മതഗ്രന്ഥങ്ങളും എഴുതപ്പെട്ടിട്ടുള്ളത്. അത് അറിയേണ്ടത്, ഇന്നത്തെ ഓരോ തലമുറയും അറിഞ്ഞിരിക്കേണ്ടത് വളരെ ആവശ്യമേറി വരുന്ന കാലഘട്ടമാണ്. നമ്മുടെയൊക്കെ ഓരോ കുഞ്ഞുമക്കളും ഇതിനെക്കുറിച്ച് അറിഞ്ഞു വളരുമ്പോഴാണ് യഥാർത്ഥമായൊരു മനുഷ്യനാകാൻ സാധിക്കുന്നത്. വെറുതെ അങ്ങോട്ട് ജീവിച്ച് കാലം കഴിച്ചു പോയിട്ട് ഒരു കാര്യമില്ല. അറിയാൻ ഈ ഭൂമിയിലെ എത്രയോ കാര്യങ്ങൾ നമുക്ക് 2 കണ്ണ് ഈശ്വരൻ തന്നിട്ടുണ്ട്. ഈ കണ്ണുപയോഗിച്ച് ശരിയായ കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ടോ? നല്ലത് കാണാനല്ലേ ശ്രമിക്കേണ്ടത്. തെറ്റ് കണ്ടെത്താൻ എല്ലാവർക്കും എളുപ്പമാണ്, പക്ഷെ ശരി കണ്ടെത്തുക എന്നത് വളരെ പ്രയാസമാണ്. ശരി കണ്ടെത്തിയുള്ള മനുഷ്യരാക്കി കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തണ്ടേ? അതിനായിട്ട് എല്ലാവരും പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് എല്ലാവരും ടെക്നോളജിപരമായ യുഗത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. വളർന്നു വീഴുന്ന കുട്ടികൾ മുതൽ ഫോണ്, ലാപ്ടോപ്പ്, ടെലിവിഷൻ ഇതിലെല്ലാം മുഴുകിയിരിക്കുകയാണ്. എന്തിനേറെ പറയുന്നു, ഇന്ന് മൊബൈലിൽ കൂടെയല്ലേ എല്ലാവരിലേക്കും ഈ കാര്യങ്ങളൊക്കെ എത്തിക്കാൻ സാധിക്കുന്നത്. അതിൽ നല്ല വഴിയുമുണ്ട്, ചീത്ത വശമുണ്ട്. ഈ നല്ല മാർഗങ്ങളൊക്കെ ഈ മറ്റുള്ളവരിലേക്ക് എത്താനാണ് നാം ശ്രമിക്കേണ്ടത്. അപ്പോൾ ഈ വേദങ്ങളെയും ഉപനിഷത്തുകളെയും കുറിച്ച് കൂടുതലായി അറിയേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. ഇങ്ങനെയൊക്കെ നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നു, ഇതൊക്കെയായിരുന്നു എന്നൊക്കെ എല്ലാവരെയും അറിയിക്കണം. വേണ്ടേ? നമുക്ക് വേദങ്ങളെക്കുറിച്ചും ഉപനിഷത്തുകളെക്കുറിച്ചും നോക്കിയാലോ? ചെറിയൊരു അവലോകനം, വളരെ ചുരുങ്ങിയത്. എത്രയോ ആഴത്തിലുള്ള അറിവുകളുണ്ട്, എന്നാൽ അതിലേക്ക് ചുരുങ്ങി നിന്ന് എന്നെ കഴിയുന്ന ഒരു ചെറിയ അറിവാണ് നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. എന്താണ് ഈ വേദങ്ങൾ? വേദമെന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? വേദമെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിവ് എന്നാണ് അർത്ഥമാക്കുന്നത്. എങ്ങനെയുള്ള അറിവുകളാണ്? സത്യത്തെക്കുറിച്ചുള്ള അറിവുകളാണ്. ഇതാരാണ് എഴുതിയിരിക്കുന്നത്? പണ്ട് നൂറ്റാണ്ടുകൾക്ക് മുന്നേ ഈ ഭൂമി ഉണ്ടായ കാലഘട്ടത്തിൽ എഴുതപ്പെട്ടിട്ടുള്ളതാണ് എന്ത്? വേദങ്ങളൊക്കെ. അതാരാ എഴുതിയിരിക്കുന്നത്? ഋഷിമാരാണ്. ആ ഋഷിമാരെന്ന് പറഞ്ഞ എങ്ങനെയാണ്? സത്യത്തെ കണ്ടവരാണ്. ഋഷി എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ സത്യത്തെ കണ്ടവർ എന്നാണ്. ഈശ്വരനിൽ നിന്ന് ലഭിച്ച ആ അറിവുകൾ എല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്ന ഗ്രന്ഥമാണ് വേദമെന്ന് പറയുന്നത്. വേദത്തിൽ 2 ഭാഗങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ജ്ഞാനകാണ്ഡവുമുണ്ട്, കർമ്മകാണ്ഡവുമുണ്ട്. അതിൽ കർമ്മകാണ്ഡത്തിൽ പറയുന്നത് യജ്ഞം, യാഗം, ഹവനം, ഹോമം, ഈ പൂജാതി കർമ്മങ്ങളിലൂടെ എങ്ങനെ ഈശ്വരനിലേക്ക് എത്താം, എങ്ങനെ അതുവഴി നമുക്ക് സുഖമായി ജീവിക്കാം എന്നതൊക്കെയാണ് ഈ വേദത്തിലെ കർമ്മഭാഗത്തിൽ പറയുന്നത്. പണ്ട് നമുക്ക് ഒരുപാട് ഉപനിഷത്തുക്കൾ നിലനിന്നിരുന്നു. അതെല്ലാം കാലഹരണപ്പെട്ടു പോയി. ഇന്ന് അതിൽ 10 ഉപനിഷത്തുക്കളാണ് നിലവിൽ ലഭ്യമായിട്ടുള്ളൂ. അതിൽ ഏതൊക്കെയാണെന്ന് നോക്കാം. ഈശ, കേന, കട, പ്രശ്ന, മുണ്ട, മാണ്ഡൂക്യ, ഐതിരീയം, തൈത്തിരീയം, ചാന്തൂക്യം, ബൃഹദാരണ്യം, അങ്ങനെ 10 ഉപനിഷത്തുകൾ. ഈ ഉപനിഷത്തുകളിലൊക്കെ എല്ലാം മനുഷ്യൻ എങ്ങനെ ജീവിക്കണം, എങ്ങനെ ജീവിക്കണ്ട എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ മതഗ്രന്ഥങ്ങളും എല്ലാം തന്നെ മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്, തെറ്റിലൂടെ പോകാതെ. അതുപോലെ തന്നെ നമുക്ക് ചരിത്ര ഗ്രന്ഥങ്ങളുണ്ട്. അതിൽ നമുക്ക് ആശയം, അത് എങ്ങനത്തെ സാഹചര്യമായിരുന്നു, ഏതിലൂടെ കടന്നുപോയി, ഓരോ രാജാക്കന്മാരുടെ കഥകൾ, ഇതെല്ലാം എന്തിനാണ്? അങ്ങനെ ഒരു കാലഘട്ടത്തിൽ അവരൊക്കെ ജീവിച്ചിരുന്നു. അപ്പം അതിൽ നിന്ന് ഓരോ മാർഗങ്ങൾ, അതിൽ നിന്നെല്ലാം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് എന്താണ്? അതിലെ ആശയങ്ങളാണ്. എങ്ങനെ ജീവിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ആശയങ്ങളാണ്. അത് ശരി തിരഞ്ഞെടുക്കേണ്ടത് നമ്മളാണ്.
അല്ലേ?